PSC ഹോട്ട് ടോപ്പിക്സിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നോക്കാൻ പോകുന്നത് 2024 നടന്ന ഡിഗ്രി ലെവൽ പ്രിലിമിനറി സ്റ്റേജ് 1ൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 2022 ജനുവരി 21 3 സംസ്ഥാനങ്ങൾ അവരുടെ 50ാം സംസ്ഥാന ദിനം ആചരിച്ചു. താഴെ പറയുന്നവയിൽ ഏതാണ് ഈ മൂന്നിൽ ഒന്നല്ല? മണിപ്പൂർ, മേഘാലയ, നാഗാലാൻഡ്, ത്രിപുര. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് നാഗാലാൻഡ് ആണ് എന്ത് ജനുവരി 21 ഫോം ചെയ്യാത്ത സംസ്ഥാനം എന്ന് പറയുന്നത് ഈ കൂട്ടത്തിൽ. ഇനി രണ്ടാമത്തെ ചോദ്യം, വ്യാവസായികവൽക്കരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക വികസനത്തിന് ഒരു പദ്ധതി തയ്യാറാക്കുന്നതിനായി 1938 ദേശീയ ആസൂത്രണ കമ്മീഷന്റെ മുൻഗാമി സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചതാര്? മോത്തിലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, BG തിലക്, മൗലാന അബ്ദുൽ കലാം ആസാദ്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും മോത്തിലാൽ നെഹ്റുവിലേക്ക് പോകാനാണ് ഒരു ടെൻഡൻസി വരാം ദേശീയ ആസൂത്രണ സമിതി എന്നൊക്കെ പറയുമ്പോൾ. പക്ഷേ ഇതിൻ്റെ ആൻസർ വരുന്നത് സുഭാഷ് ചന്ദ്രബോസ് ആണ് എന്ത് വ്യവസായവൽക്കരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക വികസനത്തിന് ഒരു പദ്ധതി തയ്യാറാക്കുന്നതിനായി 1938 ദേശീയ ആസൂത്രണ സമിതി രൂപീകരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. നല്ലൊരു ചോദ്യമാണ്, എല്ലാവരും നോക്കി വയ്ക്കാം. മൂന്നാമത്തെ ചോദ്യം, 1933 മഹാത്മാഗാന്ധി എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറുകയും 12,504 മൈൽ ദൂരത്തിൽ രാജ്യവ്യാപകമായി പര്യടനം നടത്തുകയും ചെയ്തു. ഈ പര്യടനം അറിയപ്പെടുന്നത് ജൻ ജാഗരൺ യാത്ര, ദണ്ഡി യാത്ര, സമാജ് സമതാ യാത്ര, ഹരിജൻ യാത്ര. നമുക്ക് ദണ്ഡി യാത്രയായിട്ടൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ 1933 യാത്ര എന്ന് പറയുന്നത്. അപ്പം എൻ്റെ ആൻസർ വന്നത് ഹരിജൻ യാത്ര, ഓപ്ഷൻ ഡി ഹരിജൻ പര്യടനം. ഇനി നാലാമത്തെ ചോദ്യം, അക്ബറിന്റെ ഭരണകാലത്ത് നിർമ്മിക്കാത്ത കോട്ട ഏതാണ്? പുരാന കില, ആഗ്ര കോട്ട, ലാഹോർ കോട്ട, അലഹബാദ് കോട്ട. അപ്പോൾ എൻ്റെ ആൻസർ വന്നത് പുരാന കിലയാണ് അക്ബറിന്റെ കാലത്ത് നിർമ്മിക്കാത്ത കോട്ട. ആഗ്ര കോട്ടയും ലാഹോർ കോട്ടയും അലഹബാദ് കോട്ടയൊക്കെ നിർമ്മിക്കുന്നത് അക്ബർ തന്നെയാണ്. ഇനി അഞ്ചാമത്തെ ചോദ്യം, വയനാട്ടിലെ കാടുകളിൽ 1812 കൊളോണിയൽ ആദിവാസി വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയത് ആര്? രാമൻ എംപി, തലക്കൽ ചന്തു, പഴശ്ശിരാജ, എടച്ചേന കൊങ്കൻ. പിന്നെ ആൻസർ വന്നത് വയനാട് കലാപമായിട്ട് ബന്ധപ്പെട്ട് വന്നത് രാമൻ എംപിയാണ്. ഈ പറഞ്ഞവരൊക്കെ പഴശ്ശി കലാപമായിട്ട് ബന്ധപ്പെട്ടാണ് പഴശ്ശിരാജയും തലക്കൽ ചന്തും എടച്ചേന കൊങ്കനൊക്കെ വരുന്നത്. ആറാമത്തെ ചോദ്യം, കല്ലുമാല സമരത്തിലോ അല്ലെങ്കിൽ പെരിനാട് കലാപത്തിലോ ഉൾപ്പെട്ട കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ്? ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, പൊയ്കയിൽ അപ്പച്ചൻ, ചട്ടമ്പി സ്വാമികൾ. ഇതിൻ്റെ ആൻസർ വരുന്നത് അയ്യങ്കാളിയാണ് കല്ലുമാല സമരത്തിലൊക്കെ പങ്കെടുത്ത സാമൂഹ്യ പരിഷ്കർത്താവ്. ഇനി ഏഴാമത്തെ ചോദ്യം, കേരളം സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായി പ്രഖ്യാപിച്ച വർഷം? 1990, 1992, 1991, 1989. എൻ്റെ ആൻസർ 1991 കേരളം സമ്പൂർണ്ണ സാക്ഷരതാ ജില്ലയായിട്ട് പ്രഖ്യാപിക്കുന്നത്. ഇനി എട്ടാമത്തെ ചോദ്യം, രണ്ടാം ലോക മഹായുദ്ധത്തിലെ യുദ്ധ കുറ്റവാളികൾ എവിടെയാണ് വിചാരണ ചെയ്യപ്പെട്ടത്? പിറ്റ്സ്ബർഗ്, പീറ്റേഴ്സ്ബർഗ്, ഗെറ്റിസ്ബർഗ്, ന്യൂറംബർഗ്. ഇതിൻ്റെ ആൻസർ വരുന്നത് ന്യൂറംബർഗിലാണ് രണ്ടാം ലോക മഹായുദ്ധത്തിലെ കുറ്റവാളികളെ വിചാരണ ചെയ്തിരുന്നത്. ഇത് നല്ലൊരു ചോദ്യമാണ്, ഇത് ഒട്ടുമിക്കവർക്കും ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല, നോക്കി വയ്ക്കാം. ഒൻപതാമത്തെ ചോദ്യം, 18ാം നൂറ്റാണ്ടിൽ താഴെ പറയുന്ന തത്വചിന്തകരിൽ ആരാണ് ഈ പ്രസിദ്ധമായ വാക്കുകൾ പറഞ്ഞത്? മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷേ എല്ലായിടത്തും ചങ്ങലയിലാണ്. ജീൻ ജാക്കസ് റൂസോ, വോൾട്ടെയർ, ബാരൻ ഡി മോണ്ടസ്ക്യൂ, ഡെനിസ് ഡിഡറോട്ട്. ഇപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ട് ഉള്ള തത്വചിന്തകനായ റൂസോയാണ് പറയുന്നത് മനുഷ്യൻ എല്ലായിടത്തും സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷേ എല്ലായിടത്തും ചങ്ങലയിലാണെന്ന് പറഞ്ഞത്. ഇനി 10ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷ അല്ലാത്തത്? അപ്പോൾ ഇതിൻ്റെ ആൻസർ വന്നത് പോർച്ചുഗീസ് ആണ്. ഇത് ഓർത്ത് വയ്ക്കാൻ ഫ്രസ്ക എന്ന് ഓർത്താൽ മതി. അതിൽ നിന്ന് ഫ്രഞ്ച്, ഇംഗ്ലീഷ്, റഷ്യൻ, ചൈനീസ്, അറബി, സ്പാനിഷ്, ഇത്രയും ഭാഷകളാണ് ഫ്രസ്ക ഓർത്ത് വെച്ചാൽ.
ഇത്തരം ഭാഷകളാണ് ഐക്യരാഷ്ട്രസഭയുടെ ഭാഷകൾ എന്ന് കിട്ടും. ഇനി 11ാമത്തെ ചോദ്യം. ദേശീയ ജലപാത നിയമം 2016 പ്രകാരം കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീളുന്ന ദേശീയ ജലപാത 3 ഏത് സ്ഥലം വരെയാണ് നീട്ടിയത്? അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, കോഴിക്കോടാണ്. കോഴിക്കോട് വരെയാണ് ദേശീയ വാട്ടർവേ 3 നീട്ടിയത്. 12ാമത്തെ ചോദ്യം. ഇത് PSC ഡിലീറ്റഡ് ആയിരുന്നു, അപ്പോൾ നോക്കണ്ട. ഇനി 13ാമത്തെ ചോദ്യം. താഴെ പറയുന്ന ജോഡികളിൽ ഏതാണ് തെറ്റായി പൊരുത്തപ്പെട്ടത്? തെറ്റായി പൊരുത്തപ്പെട്ടതെന്നാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ ആൻസർ വന്നത് മണൽക്കല്ല് സിസ്റ്റം എന്ന് പറയുന്നതാണ് തെറ്റായിട്ടുള്ളത്. ഇനി ബാക്കി ജസ്റ്റ് ഓപ്ഷൻസ് വായിച്ചു നോക്കാം. പാരന്റ് റോക്കും രൂപാന്തരപ്പെട്ട പാറയാണ് കൊടുത്തിരിക്കുന്നത്. ഗ്രാനൈറ്റ് ഗ്രീൻസ് അത് ശരിയാണ്. ചുണ്ണാമ്പുകല്ല് മാർബിള്, ഷെല്ല് സ്ലേറ്റ്. അപ്പോൾ ഇത് 3 ശരിയാണ്. തെറ്റായിട്ടുള്ളത് മണൽക്കല്ല് സിസ്റ്റാണ്. 14ാമത്തെ ചോദ്യം. സർവേ ഓഫ് ഇന്ത്യ ടോപ്പോഗ്രാഫിക്കൽ മാപ്പുകളിൽ ഏത് പ്രൊജക്ഷൻ ആണ് ഉപയോഗിക്കുന്നത്? എന്താണ് സർവേ ഓഫ് ഇന്ത്യ ടോപ്പോഗ്രാഫിക്കൽ മാപ്പുകളിൽ ഏത് പ്രൊജക്ഷൻ ആണ് ഉപയോഗിക്കുന്നത്? ലംബാർട്ട്, കൺഫർമേഷൻ കോണിക്, മെർക്കേറ്റർ, പോളികോണിക്, അസിമുത്തൽ, സമദൂരം. പിന്നെ ആൻസർ വന്നത് പോളികോണിക്കൽ പ്രൊജക്ഷൻ ആണ് സർവേ ഓഫ് ഇന്ത്യ ടോപ്പോഗ്രാഫിക്കൽ മാപ്പുകളിൽ ഉപയോഗിക്കുന്നത്. ഇനി 15ാമത്തെ ചോദ്യം. 2024 പുതുവർഷ ദിനത്തിൽ 7.5 സ്കെയിലിൽ ഭൂകമ്പവും വിനാശകരമായ സുനാമിയും അനുഭവിച്ച നോട്ടോ ഏത് ഏഷ്യൻ രാജ്യത്താണ്? ഇത് എൻ്റെ ആൻസർ എല്ലാവർക്കും അറിയാം. പുതുവർഷത്തിൽ ജപ്പാനിൽ സുനാമി ഉണ്ടായി, നമ്മളെല്ലാവരും അറിഞ്ഞതാണ്. ഇനി അടുത്ത ചോദ്യം. 16ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ പണനയത്തിന്റെ ഉപകരണങ്ങൾ കണ്ടെത്തുക. മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ്, കമ്മി ധനസഹായം, നിയമാനുസൃത ലിക്വിഡിറ്റി റേഷ്യോ, നികുതി നയങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ആൻസർ വന്നത് ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉം ആണ്. മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി വരും. ഇന്ത്യയിലെ പണനയത്തിൻ്റെ ഉപകരണം തന്നെയാണ്. പിന്നെ നിയമാനുസൃത ലിക്വിഡിറ്റി റേഷ്യോ, ഇതൊക്കെ RBIയുടെ ടൂൾസ് ആണ്. +1 +2 NCERT ടെക്സ്റ്റ് റെഫർ ചെയ്യുക. ഇതിൻ്റെ ആൻസർ അതിലുണ്ട്. ഇനി 17ാമത്തെ ചോദ്യം. ഒരു സങ്കോചപരമായ ധനനയത്തിൽ സർക്കാർ എന്താണ് ചെയ്യുന്നത്? ഒരു സങ്കോചപരമായ ധനനയത്തിൽ സർക്കാർ എന്താണ് ചെയ്യുന്നത്? ഉയർന്ന സർക്കാർ ചെലവും കുറഞ്ഞ നികുതികളും. ഉയർന്ന സർക്കാർ ചെലവും ഉയർന്ന നികുതികളും. കുറഞ്ഞ സർക്കാർ ചെലവും ഉയർന്ന നികുതികളും. കുറഞ്ഞ സർക്കാർ ചെലവും കുറഞ്ഞ നികുതികളും. എൻ്റെ ആൻസർ വന്നത് കുറഞ്ഞ സർക്കാർ ചെലവും ഉയർന്ന നികുതിയായിരിക്കും ഒരു സങ്കോചപരമായ ധനനയത്തിൽ സർക്കാർ സ്വീകരിക്കുക. ഇനി 18ാമത്തെ ചോദ്യം. ഒരു ഫാക്ടർ ചെലവിൽ GDP ഇതിന് ഉദാഹരണമാണ്. പിന്നെ ആൻസർ വരുന്നത് A ആണ്. അതായത് വിപണി വിലയിലെ GDP മൈനസ് അറ്റ പരോക്ഷ നികുതികൾ ചെയ്ത് കഴിഞ്ഞാൽ ഫാക്ടർ ചെലവിലെ TDP നമുക്ക് ലഭിക്കും. വിപണി വിലയിലെ GDPനെ അറ്റ പരോക്ഷ നികുതി കൊണ്ട് മൈനസ് ചെയ്യുകയാണെങ്കിൽ ഫാക്ടറി ചെലവിലെ GDP ലഭിക്കും. 19ാമത്തെ ചോദ്യം. സർക്കാർ ഇന്ത്യയിൽ ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി നടപ്പിലാക്കിയത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? 7ാം പഞ്ചവത്സര പദ്ധതി, 9ാം പഞ്ചവത്സര പദ്ധതി, 10ാം പഞ്ചവത്സര പദ്ധതി, 11ാം പഞ്ചവത്സര പദ്ധതി. ഇതിൻ്റെ ആൻസർ വന്നത് ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി നടപ്പിലാക്കുന്നത് 9ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇനി 20ാമത്തെ ചോദ്യം. എല്ലാ അസംഘടിത തൊഴിലാളികളുടെയും കേന്ദ്രീകൃത ഡാറ്റാബേസ് സൃഷ്ടിക്കുന്നതിനായി താഴെ പറയുന്നവയിൽ ഏത് കേന്ദ്ര മന്ത്രാലയമാണ് ഈ ശ്രം പോർട്ടൽ ആരംഭിച്ചത്? ഏത് മന്ത്രാലയമാണ്? ഇതിൻ്റെ ആൻസർ വന്നത് ലേബർ എംപ്ലോയ്മെന്റ് മന്ത്രാലയമാണ് ഈ ശ്രം പോർട്ടൽ ആരംഭിക്കുന്നത്. 21ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഏതാണ് സിവിൽ സർവീസിന്റെ പ്രവർത്തനമല്ലാത്തത്? ഗവൺമെന്റിന്റെ നയങ്ങൾ നടപ്പിലാക്കൽ, നിയുക്ത നിയമനിർമ്മാണം, ഗവൺമെന്റിനെതിരായ എതിർപ്പ് സമാഹരിക്കുക, സാമൂഹ്യ സേവനങ്ങൾ നിർവഹിക്കുന്നു. അപ്പോൾ നമുക്കത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഗവൺമെന്റിനെതിരായ എതിർപ്പ് സമാഹരിക്കുക എന്ന് പറയുന്നത് സിവിൽ സർവീസിന്റെ പ്രവർത്തനമല്ല. ഇനി 22ാമത്തെ ചോദ്യം. വിഷൻ സ്റ്റേറ്റ്മെന്റിൽ വ്യക്തമാക്കിയിട്ടുള്ള NEGPയുടെ ലക്ഷ്യങ്ങളെ സംബന്ധിച്ചിട്ട് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായത്? വിഷൻ സ്റ്റേറ്റ്മെന്റിൽ പൊതുസേവനങ്ങൾ പൗരന്മാർക്ക് വീടിന്റെ അടുത്ത് എത്തിക്കുക, സേവന കാര്യക്ഷമതയും സുതാര്യതയും ഉറപ്പാക്കുക, സൗജന്യ സേവനങ്ങൾ. അപ്പോൾ 22ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വന്നത് 1ഉം 2ഉം മാത്രം ശരി എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ വന്നത്. അതായത് സൗജന്യ സേവനങ്ങൾ എന്നുള്ളത് വിഷൻ സ്റ്റേറ്റ്മെന്റിൽ വരുന്നതല്ല.
23ാമത്തെ ചോദ്യം, രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായത്? സാമൂഹ്യവൽക്കരണത്തിന്റെയും പങ്കാളിത്തത്തിന്റെയും പ്രവർത്തനം, സംയോജനത്തിന്റെ പ്രവർത്തനം, രാഷ്ട്രീയ അധികാരം പ്രയോഗിക്കുന്നതിന്റെ പ്രവർത്തനം. അപ്പൊ ഇതിന്റെ ആൻസർ വന്നത് ഓപ്ഷൻ എ ആണ്. എന്തൊക്കെയാണ്? സാമൂഹ്യവൽക്കരണത്തിന്റെ പങ്കാളിത്തത്തിന്റെയും പ്രവർത്തനം, സംയോജനത്തിന്റെ പ്രവർത്തനം. രാഷ്ട്രീയ അധികാരം പ്രയോഗിക്കുന്നതിന്റെ പ്രവർത്തനം അല്ല രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടത്. ഓപ്ഷൻ എ. ഇനി 24ാമത്തെ ചോദ്യം, COVID-19 പാൻഡമിക് സമയത്ത് സാമൂഹ്യ സുരക്ഷാ ആനുകൂല്യങ്ങൾക്കൊപ്പം പുതിയ തൊഴിൽ സൃഷ്ടിക്കുന്നതിനും തൊഴിൽ നഷ്ടം പുനഃസ്ഥാപിക്കുന്നതിനും പ്രോത്സാഹനം നൽകുന്നതിനുമായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പദ്ധതിയായിരുന്നു എന്ത്? ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന. ഇത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഇനി 25ാമത്തെ ചോദ്യം, ആദിവാസികൾക്കും ദളിതർക്കും പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് സംസ്ഥാനത്തിനുള്ളിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങൾക്ക് സാമ്പത്തിക പിന്തുണ വർദ്ധിപ്പിക്കുന്നതിന് വാർദ്ധക്യ പെൻഷനുകളുടെ പ്രായപരിധി 60-ൽ നിന്ന് 50-ആക്കി എന്താ ചെയ്ത് 60-ൽ നിന്ന് വാർദ്ധക്യ പെൻഷനുകളുടെ പ്രായപരിധി 60-ൽ നിന്ന് 50-ആക്കി കുറച്ച സംസ്ഥാനം ഏതാണെന്നാണ്? ജാർഖണ്ഡ്, മഹാരാഷ്ട്ര, ഒറീസ, ഛത്തീസ്ഗഡ്. പിന്നെ ആൻസർ വരുന്നത് ജാർഖണ്ഡ് ആണ് പ്രായം 60-ൽ നിന്ന് 50-ആക്കി കുറയ്ക്കുന്നത്. ഓപ്ഷൻ എ. 26ാമത്തെ ചോദ്യം, ഭരണഘടനാ അസംബ്ലിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഒന്നാമത്തെ ഓപ്ഷൻ, ഒരു ഭരണഘടനാ അസംബ്ലി എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. അത് തെറ്റാണ് അല്ലേ? നെഹ്റു അങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെക്കുന്നില്ല. നിയമസഭയിലെ ആകെ അംഗങ്ങൾ 389 ആയിരുന്നു. അതെ, അത് ശരിയാണ്. മഹാത്മാഗാന്ധി ഭരണഘടനാ അസംബ്ലിയിലെ അംഗമായിരുന്നു. മഹാത്മാഗാന്ധി ഭരണഘടനാ അസംബ്ലിയിലെ അംഗമായിരുന്നില്ല. അപ്പോൾ ഈ ഓപ്ഷൻ 1ഉം 3ഉം തെറ്റാണ്. അപ്പോൾ പറയുന്നതിൽ ഏതാണ് ശരിയുള്ളത്? ഓപ്ഷൻ ബി, 2 മാത്രമാണ് ശരിയുള്ളത്. ഇനി 27ാമത്തെ ചോദ്യം, ആർട്ടിക്കിൾ 26 മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നു. അത് താഴെ പറയുന്നവയിൽ ഏതിന് വിധേയമാണ്? പൊതുക്രമം, ധാർമ്മികത, ആരോഗ്യം. പിന്നെ ആൻസർ വന്നത് ഓപ്ഷൻ ഡി ആണ്. എന്ത്? മുകളിൽ പറഞ്ഞതൊക്കെ. അതായത് പൊതുക്രമം, ധാർമ്മികതയും ആരോഗ്യം എല്ലാമായിട്ട് ബന്ധപ്പെട്ടതാണ് ആർട്ടിക്കിൾ 26 എന്ന് പറയുന്നത്. ഇനി 28ാമത്തെ ചോദ്യം, പരിസ്ഥിതി സംരക്ഷണത്തിനും മെച്ചപ്പെടുത്തുന്നതിനും വനങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണത്തിനും വ്യവസ്ഥകൾ നൽകിയിട്ടുള്ള ആർട്ടിക്കിൾ 31A, 48A, 51A. അപ്പം ഇതിൻ്റെ ആൻസർ വന്നത് 2ഉം 3ഉം ആണ്. ഇത് നല്ലൊരു ചോദ്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടുമിക്ക ആൾക്കാരും 48A കാണുമ്പോൾ തന്നെ ഓടിപ്പോയി കുത്തും. 51A എന്നുള്ളത് ശ്രദ്ധിക്കില്ല. 51Aയിലും പരിസ്ഥിതി സംരക്ഷണത്തെ പറ്റി നമ്മൾ പറയുന്നുണ്ട്. നമ്മുടെ മൗലിക കടമയായിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. നല്ലൊരു ചോദ്യമാണ് 28ാമത്തെ ചോദ്യം. 29ാമത്തെ ചോദ്യം, ഓഫീസുകളിൽ നിന്ന് സ്പീക്കറെ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഒന്നാമത്തെ ഓപ്ഷൻ, സഭയിലെ എല്ലാ അംഗങ്ങളുടെയും ഭൂരിപക്ഷം ആവശ്യമാണ്. ഹാജരാകുകയും വോട്ട് ചെയ്യുകയും ചെയ്യുന്ന അംഗങ്ങളുടെ 2/3 ഭൂരിപക്ഷം ആവശ്യമാണ്. പ്രമേയം നീക്കുന്നതിനുള്ള ഉദ്ദേശത്തെക്കുറിച്ച് കുറഞ്ഞത് 14 ദിവസത്തെ അറിയിപ്പ് നൽകേണ്ടത് നിർബന്ധമാണ്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ 1 എന്ന് പറയുന്നത് തെറ്റാണ്. സഭയിലെ എല്ലാ അംഗങ്ങളുടെയും ഭൂരിപക്ഷം ആവശ്യം ഇല്ല സ്പീക്കർ നീക്കം ചെയ്യാനായിട്ട്. ഹാജരാകുകയും വോട്ട് ചെയ്യുകയും ചെയ്യുന്ന 2/3 അംഗങ്ങളുടെ ഭൂരിപക്ഷം മതി. പ്രമേയം നീക്കുന്നതിനുള്ള ഉദ്ദേശത്തെക്കുറിച്ച് കുറഞ്ഞത് 14 ദിവസത്തെക്കുറിച്ച്, അതായത് സ്പീക്കർ 14 ദിവസം മുന്നെങ്കിലും ഇത് അറിഞ്ഞിരിക്കണം. അപ്പോൾ 2ഉം 3ഉം ആണ് ശരി. ഓപ്ഷൻ ഡി. ഇനി 30ാമത്തെ ചോദ്യം, 106ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ വരുത്തിയ പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന്. ഭേദഗതി ചെയ്ത ആർട്ടിക്കിൾ 239AA, ആർട്ടിക്കിൾ 330, 332A ഉൾപ്പെടുത്തൽ, OBC സ്ത്രീകൾക്ക് പ്രത്യേക സംവരണം. ഇത് മൂന്നാമത്തെ ഓപ്ഷൻ തെറ്റാണ്. അപ്പോൾ 1ഉം 2ഉം ആണ് ശരി. ആൻസർ വന്നത് 1ഉം 2ഉം. ഓപ്ഷൻ സി ആണ് ആൻസർ വന്നത്. 32ാമത്തെ ചോദ്യം, 2023 വിംബിൾട്ടണിൽ വിജയം നേടിയത് ആര്? നൊവാക് ജോക്കോവിച്ച്, കാർലോസ് അൽക്കാരസ്, ജെനിക് സിന്നർ, ഡാനിൽ മെദ്വെദേവ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് 2023 വിംബിൾട്ടൺ അടിച്ചത് കാർലോസ് അൽക്കാരസ് ആയിരുന്നു. ഓപ്ഷൻ ബി. ഇനി 32ാമത്തെ ചോദ്യം, ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ പുസ്തകം. രണ്ടാം ഊഴം, ഉമ്മാച്ചു, അഗ്നിസാക്ഷി, ഇനി ഞാൻ ഉറങ്ങട്ടെ.
അപ്പോൾ നമ്മുടെ ലളിതാംബിക അന്തർജനത്തിൻ്റെ അഗ്നിസാക്ഷിക്കാണ് എന്ത് ആദ്യത്തെ വയലാർ അവാർഡ് കിട്ടുന്നത്. ഇനി 33ാമത്തെ ചോദ്യം, ഓസ്കാർ നേടിയ ആദ്യ മലയാളി ആരാണ്? ഇതിൻ്റെ ആൻസർ എല്ലാവർക്കും അറിയാം, റസൽ പൂക്കുട്ടിയാണ്. ഇനി 34ാമത്തെ ചോദ്യം, ഏകദിന ക്രിക്കറ്റിൽ സച്ചിൻ ടെണ്ടുൽക്കർ എത്ര റൺസ് നേടി? ഇത് കുറച്ച് ടഫ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഒട്ടുമിക്ക ആൾക്കാർക്കും. പിന്നെ ആൻസർ വന്നത് ഓപ്ഷൻ ഡി ആണ്. 18,426 സച്ചിൻ്റെ സ്കോർ എന്ന് പറയുന്നത് അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ. ഇനി 35ാമത്തെ ചോദ്യം, കാട്ടുകുതിര എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് ആരാണ്? തകഴി ശിവശങ്കരപ്പിള്ള, പി.സി. കുട്ടിക്കൃഷ്ണൻ, എസ്.എൽ. പുരം സദാനന്ദൻ, രാമു കാര്യാട്ട്. പിന്നെ ആൻസർ വന്നത് ഓപ്ഷൻ സി, എസ്.എൽ. പുരം സദാനന്ദനാണ് കാട്ടുകുതിര എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത്. ഇനി 36ാമത്തെ ചോദ്യം, ജി ശങ്കരക്കുറുപ്പിന്റെ ഓടക്കുഴലിന് ആമുഖം എഴുതിയത് ആരാണ്? എസ് ഗുപ്തൻ നായർ, ജോസഫ് മുണ്ടശ്ശേരി, എം ലീലാവതി, സുകുമാർ അഴീക്കോട്. പിന്നെ ആൻസർ വന്നത് എസ് ഗുപ്തൻ നായരാണ് സുകുമാർ അഴീക്കോടിന്റെ ഓടക്കുഴലിന് ആമുഖം എഴുതുന്നത്. 32ാമത്തെ ചോദ്യം, കുമാരനാശൻ അന്തരിച്ച വർഷം. കുമാരനാശൻ അന്തരിക്കുന്നത് 1924 റെഡ്മി ബോട്ട് അപകടം. ഇനി ഗുരുദേവൻ മരിക്കുന്ന തീയതിയാണ് 1928. 38ാമത്തെ ചോദ്യം, കാഞ്ചന സീത എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ്? ജി അരവിന്ദൻ, അടൂർ ഗോപാലകൃഷ്ണൻ, പി പത്മരാജൻ, ഭരതൻ. ഇതിന്റെ ആൻസർ വന്നത് ജി അരവിന്ദനാണ് കാഞ്ചന സീത എന്ന സിനിമയുടെ ഡയറക്ടർ. 39ാമത്തെ ചോദ്യം, 2022 ഫിഫ ലോകകപ്പിലെ അർജന്റീന ഫുട്ബോൾ ടീമിന്റെ പരിശീലകൻ. അപ്പോൾ ഇതിന്റെ ആൻസർ വരുന്നത് ലയണൽ സ്കലനോണിയാണ് 2022 ഫിഫ വേൾഡ് കപ്പിലെ അർജന്റീനയുടെ കോച്ചായിരുന്നത്. ഇനി 40ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏത് ജില്ലയിലാണ് തുഞ്ചൻ പറമ്പ് സ്ഥിതി ചെയ്യുന്നത്? ഇതൊരു ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. ആൻസർ മലപ്പുറം. 41ാമത്തെ ചോദ്യം, താഴെ പറയുന്നവ പൊരുത്തപ്പെടുത്തുക. അപ്പോൾ ഇതും ബന്ധിപ്പിക്കാനാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഹബ്ബ് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? നിരവധി കമ്പ്യൂട്ടറുകളെ ഒരുമിച്ച് ബന്ധിപ്പിക്കുക. ഇനി റൂട്ടർ യൂസ് ചെയ്യുന്നത് 2 വ്യത്യസ്ത നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് റൂട്ടർ യൂസ് ചെയ്യുന്നത്. ഇനി റിപ്പീറ്റർ യൂസ് ചെയ്യുന്നത് നെറ്റ്വർക്കിൽ കൈമാറ്റം ചെയ്യപ്പെടുന്ന സിഗ്നലുകളെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഗേറ്റ്വേ വ്യത്യസ്ത പ്രോട്ടോക്കോളുകളെ കൈകാര്യം ചെയ്യാൻ. അപ്പോൾ 41ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വന്നത് ഓപ്ഷൻ എ ആണ്. ഇനി 42ാമത്തെ ചോദ്യം, കമ്പ്യൂട്ടറിൻ്റെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് സിപിയുവിൻ്റെ വേഗത്തിലുള്ള പ്രോസസ്സിങ്ങിനായി പതിവായി ഉപയോഗിക്കുന്ന നിർദ്ദേശങ്ങളും ഡാറ്റകളും താൽക്കാലികമായി സംഭരിക്കുന്ന സപ്ലിമെൻ്റൽ മെമ്മറി സിസ്റ്റം ഏതാണ്? ഇതിൻ്റെ ആൻസർ വന്നത് ക്യാഷെ മെമ്മറിയാണ് സപ്ലിമെൻ്ററി മെമ്മറി എന്ന് പറയുന്നത്. ഓപ്ഷൻ സി. ഇനി 43ാമത്തെ ചോദ്യം, അക്രമകാരികൾ ഒരു വെബ്സൈറ്റിൽ ഒരു ക്ലോൺ ഉണ്ടാക്കുകയും ഇരയ്ക്ക് ക്ഷുദ്രകരമായ ലിങ്ക് അയക്കുകയും ഇരകളിൽ നിന്ന് കാർഡ് നമ്പർ, ഉപഭോക്തൃനാമങ്ങൾ, പാസ്വേഡുകൾ മുതലായ പോലുള്ള സെൻസിറ്റീവ് ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വിപുലമായ ഫിഷിംഗ് സാങ്കേതിക വിദ്യയാണ് എന്തെന്ന് പറയുന്നത്? വെബ് ജാക്കിംഗ്. എൻ്റെ ആൻസർ വന്നത് വെബ് ജാക്കിംഗ്. ഇതിനെ പറയുന്നത് വെബ് ജാക്കിംഗ് എന്നാണ്. 44ാമത്തെ ചോദ്യം, സ്വതന്ത്രമായി ആക്സസ് ചെയ്യാനും പരിഷ്കരിക്കാനുമുള്ള ഒരു സോഫ്റ്റ്വെയറിനെ ഡാഷ് എന്ന് പറയുന്നു. എന്താണ്? നമുക്കറിയാം, ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറുകൾ എന്നാണ് ഇതിനെ പറയുന്നത്. സ്വന്തമായിട്ട് ആക്സസ് ചെയ്യാനും പരിഷ്കരിക്കാനൊക്കെ കഴിയുന്ന സോഫ്റ്റ്വെയർ. ഇനി ലാറി പേജും സെർജി ബ്രിനും ചേർന്ന് സ്ഥാപിച്ച ഏറ്റവും ജനപ്രിയമായ സെർച്ച് എഞ്ചിൻ ഏതാണ്? ഗൂഗിളാണ് ഏറ്റവും ജനപ്രിയമായ ലാറി പേജും സെർജി ബ്രിനും കൂടെ സ്ഥാപിക്കുന്നത്. 46ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് 2018 ആരംഭിച്ച സർക്കാർ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി? രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന, ആയുഷ്മാൻ ഭാരത്, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന, പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ യോജന, പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന. അപ്പോൾ 46ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ആയുഷ്മാൻ ഭാരത് ആണ്. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻധൻ യോജനയാണ് 2018 സർക്കാർ ആരംഭിച്ച ഇൻഷുറൻസ് പദ്ധതി. 47ാമത്തെ ചോദ്യം, താഴെ പറയുന്ന പുനരുപയോഗ ഊർജ സ്രോതസ്സുകൾ ഇന്ത്യയിലെ വൈദ്യുത ഉൽപാദനത്തിലെ അവയുടെ സംഭാവന കുറഞ്ഞു വരുന്ന ക്രമത്തിൽ ക്രമീകരിക്കാം. സൗരോർജം, കാറ്റ് ശക്തി, ബയോമാസ്. ഇതിൻ്റെ ആൻസർ വന്നത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സൗരോർജമാണ്. അത് കഴിഞ്ഞ് കാറ്റ് ശക്തി, പിന്നെ ബയോമാസ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ വന്നത്. ഇനി 48ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ വംശജരുടെ ഉപഗ്രഹം അല്ലാത്തത്?
ഇതിൻ്റെ ആൻസർ വന്നത് ഓപ്ഷൻ ബി ആണ്. എക്സ്പോസാറ്റും എസ്ട്രോസിയും ഹയാസിസ് ഒക്കെ ഇന്ത്യയുടെ തന്നെയാണ്. 49ാമത്തെ ചോദ്യം, ജൈവ വൈവിധ്യത്തെക്കുറിച്ചുള്ള കൺവെൻഷനെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ, ജൈവ വൈവിധ്യത്തിന്റെ സംരക്ഷണത്തിനും സുസ്ഥിര ഉപയോഗത്തിനുമുള്ള പ്രധാന അന്താരാഷ്ട്ര ഉടമ്പടിയാണിത്. ദേശീയ തലത്തിലുള്ള പ്രവർത്തനത്തിലൂടെയാണ് ഇത് പ്രാഥമികമായി നടപ്പിലാക്കുന്നത്. ദേശീയ ജൈവ വൈവിധ്യ തന്ത്രങ്ങളും പ്രവർത്തന പദ്ധതികളും ദേശീയ തലത്തിൽ കൺവെൻഷൻ നടപ്പിലാക്കുന്നതിനുള്ള പ്രധാന ഉപകരണങ്ങളാണ്. ഒരു ദേശീയ ജൈവ വൈവിധ്യ തന്ത്രം തയ്യാറാക്കുന്നതിനും ഈ തന്ത്രം ജൈവ വൈവിധ്യത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന മേഖലകളുടെ ആസൂത്രണത്തിലേക്ക് ഈ തന്ത്രത്തെ മുഖ്യധാരയാക്കാനും രാജ്യങ്ങൾ ആവശ്യപ്പെടുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ വന്നത് 49 ഓപ്ഷൻ ബി ആണ്. 1, 3, 4 മാത്രമാണ് ശരി. ദേശീയ തലത്തിലുള്ള പ്രവർത്തനത്തിലൂടെയാണ് ഇത് പ്രാഥമികമായി നടപ്പിലാക്കുന്നത് എന്ന് പറയുന്നത് തെറ്റാണ്. ജൈവ വൈവിധ്യ കൺവെൻഷനെ കുറിച്ചുള്ള പ്രസ്താവനകൾ തെറ്റ്. ഓപ്ഷൻ 2 ആണ്. ഇനി 50ാമത്തെ ചോദ്യം, സൂര്യഭൗമ വ്യവസ്ഥയുടെ ലഗ്രാഞ്ച് പോയിന്റ് 1L1 ന്റെ ദൂരം എത്രയാണ്? ലഗ്രാഞ്ച് പോയിന്റ് L1 ദൂരം എത്രയാണ്? ഇതിൻ്റെ ആൻസർ വന്നത് ഓപ്ഷൻ എ ആണ്. ഭൂമിയിൽ നിന്ന് 1.5 ദശലക്ഷം കിലോമീറ്റർ ആണ്. ദശലക്ഷമാണോ എന്നുള്ളത് നമുക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക, ദശലക്ഷമാണ്. 51ാമത്തെ ചോദ്യം, അർജുൻ തന്റെ വീട്ടിൽ നിന്ന് 25 കിലോമീറ്റർ പടിഞ്ഞാറോട്ട് പോയി. പിന്നീട് ഇടത്തോട്ട് തിരിഞ്ഞ് 15 കിലോമീറ്റർ നടന്നു. പിന്നീട് കിഴക്കോട്ട് തിരിഞ്ഞ് 40 കിലോമീറ്റർ നടന്ന് ഒടുവിൽ ഇടത്തേക്ക് തിരിഞ്ഞ് 15 കിലോമീറ്റർ പിന്നിട്ടു. അവൻ ഇപ്പോൾ വീട്ടിൽ നിന്ന് എത്ര ദൂരെയാണ്? 20 കിലോമീറ്റർ, 15 കിലോമീറ്റർ, 40 കിലോമീറ്റർ, 25 കിലോമീറ്റർ. പിന്നെ ആൻസർ വന്നത് ഓപ്ഷൻ ബി ആണ്, 15 കിലോമീറ്റർ അകലെയാണ്. ഇനി 52ാമത്തെ ചോദ്യം, തന്നിരിക്കുന്ന ആൽഫ ശ്രേണി ശ്രദ്ധിക്കുക, അടുത്ത പദം കണ്ടെത്തുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ വന്നത് ഓപ്ഷൻ എ ആണ്. ഇനി 53ാമത്തെ ചോദ്യം, വർഷത്തിലെ ആദ്യ ദിവസം ഞായറാഴ്ച ആണെങ്കിൽ, അതായത് അതിവർഷം ഒഴികെയുള്ളത് ഞായറാഴ്ച ആണെങ്കിൽ വർഷത്തിലെ അവസാന ദിവസം ഏതാണ്? അപ്പോൾ ഇതിൻ്റെ ആൻസർ വന്നത് ഞായറാഴ്ച തന്നെയാണ്. ഓപ്ഷൻ സി. 54ാമത്തെ ചോദ്യം, പി ക്യൂവിൻ്റെ സഹോദരിയാണ്. ആർ എന്നത് ക്യൂയുടെ അമ്മയാണ്. എസ് എന്നത് ആറിൻ്റെ പിതാവാണ്. എസിൻ്റെ അമ്മയാണ് ടി എങ്കിൽ പിക്ക് എസുമായുള്ള ബന്ധം എന്താണ്? അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് കൊച്ചുമകളായിരിക്കും. ഇനി 55ാമത്തെ ചോദ്യം, ഒരു പരീക്ഷയിൽ 40% വിദ്യാർത്ഥികൾ ഇംഗ്ലീഷിലും 53% പേർ ഗണിതത്തിലും പരാജയപ്പെട്ടു. 2 വിഷയത്തിലും 15% തോറ്റാൽ 2 വിഷയത്തിലും വിജയിച്ചവരുടെ ശതമാനം എത്ര? അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് 55ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ഇനി 56ാമത്തെ ചോദ്യം, ചുവപ്പ് = 12, നീല = 20, വയലറ്റ് = 42. അങ്ങനെ മജന്തയുടെ കോഡ് എത്രയാണ്? ഇത് കണ്ടുപിടിക്കാനായിട്ട് ഇത് ലെറ്റേഴ്സിനെ ഇംഗ്ലീഷിൽ എഴുതാം. റെഡ് എന്ന് എഴുതുമ്പോൾ 3 ലെറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ 3 ഇനി അടുത്ത ലെറ്ററല്ല നമ്പർ എടുക്കുക. അപ്പോൾ 3 × 4 ആണ് വരുന്നത്. അപ്പോൾ 12. ഇതുപോലെ അടുത്തത് ബ്ലൂ ചെയ്ത് വെക്കുക. ബ്ലൂ ചെയ്ത് കഴിയുമ്പോൾ 4 ലെറ്റേഴ്സ്, അടുത്ത നമ്പർ എന്ന് പറയുന്നത് 5, 4 × 5 ചെയ്യുമ്പോൾ 20. ഇതുപോലെ മജന്ത ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ 56ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് 56 സി ആണ്. 56. 57ാമത്തെ ചോദ്യം, 6:40 ക്ലോക്കിലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എത്രയാണ്? ഇതിൻ്റെ ആൻസർ 40 ഡിഗ്രി ആയിരിക്കും. 58ാമത്തെ ചോദ്യം, 5 AM ശരിയായി സജ്ജീകരിച്ചിരിക്കുന്ന ഒരു വാച്ച് ഓരോ 30 മിനിറ്റിലും 2 മിനിറ്റ് വീതം കൂടുതൽ കാണിക്കുന്നു. അതേ ദിവസം 10:20 AM വാച്ചിലെ യഥാർത്ഥ സമയം എത്രയാണ്? ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 10 മണിയായിരിക്കും ആൻസർ വരുന്നത്. ഇനി 59ാമത്തെ ചോദ്യം, തുടർച്ചയായ 6 ഇരട്ട സംഖ്യകളുടെ ശരാശരി 25 ആണ്. ഈ സംഖ്യയിൽ ഏറ്റവും വലുതും ഏറ്റവും ചെറുതുമായ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? അപ്പോൾ 59ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ് ഉത്തരം വരുന്നത്, 10. ഇനി 60ാമത്തെ ചോദ്യം, ഒരു വിവാഹ പാർട്ടിയിലെ 40 സുഹൃത്തുക്കൾ ഒരിക്കൽ മാത്രം പരസ്പരം കൈകുലുക്കളുടെ എണ്ണം. അപ്പോൾ കൈകുലുക്കളുടെ എണ്ണം കാണാനായിട്ട് n × n - 1/2 എന്നുള്ളതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അതിൽ ചെയ്ത് നോക്കുമ്പോൾ 60ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 780 എന്ന് കിട്ടും. ഇനി
61ാമത്തെ ചോദ്യം. രണ്ട് സംഖ്യകൾ 3:5 എന്ന അനുപാതത്തിലാണ്. ഓരോ സംഖ്യയും 10 കൂട്ടിയാൽ അവയുടെ അനുപാതം 5:7 ആയി മാറുന്നു എങ്കിൽ സംഖ്യകൾ ഏതാണെന്ന്. അപ്പോൾ ചെയ്ത് കഴിയുമ്പോൾ ആൻസർ കിട്ടുന്നത് 15,25 എന്നാണ്. ഓപ്ഷൻ ഡി. 62ാമത്തെ ചോദ്യം. 60 ദിവസം കൊണ്ട് ഒരു നിർമ്മാണ ജോലി പൂർത്തിയാക്കാൻ ഒരു കരാറുകാരൻ 210 പേരെ നിയമിച്ചു. 12 ദിവസത്തിനു ശേഷം അദ്ദേഹം 70 പേരെ കൂടി ചേർത്തു. ബാക്കി ജോലികൾ എത്ര ദിവസത്തിനുള്ളിൽ പൂർത്തിയാകും? ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 36. ഇനി 63ാമത്തെ ചോദ്യം. ഒരാൾ 2 കുതിരകളെ 6,000 രൂപയ്ക്ക് വിൽക്കുന്നു. ഇടപാടിൽ നഷ്ടമോ ലാഭമോ അയാൾക്ക് ഇല്ല. അയാൾ ഒരു കുതിരയെ 25% ലാഭത്തിൽ വിറ്റെങ്കിൽ മറ്റേ കുതിരയെ വിൽക്കുന്ന നഷ്ടത്തിന്റെ ശതമാനം എത്രയാണ്? ഈ ചോദ്യം വായിക്കുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ വരും. 2 കുതിരയ്ക്കും കൂടി 6,000 ആണെന്നുള്ളത് അല്ല, ഓരോ കുതിരയ്ക്കാട്ടോ 6,000, അത് വെച്ച് ചെയ്യാം. അപ്പോൾ 63ാമത്തെ ചോദ്യം ആൻസർ ബി ആണ് ആൻസർ വന്നത്. 64ാമത്തെ ചോദ്യം. ഓരോ 1/10 കിലോഗ്രാം തൂക്കമുള്ള ആപ്പിൾ കൊണ്ട് ഒരു പെട്ടി നിറയ്ക്കണം. ആപ്പിൾ നിറച്ചതിന് ശേഷം പെട്ടിയുടെ ഭാരം 4/5 കിലോഗ്രാമിൽ കൂടരുത്. പെട്ടിയിൽ വെക്കാവുന്ന പരമാവധി ആപ്പിളിന്റെ എണ്ണം എത്ര? അപ്പോൾ ആൻസർ വന്നത് ഓപ്ഷൻ ബി ആണ്, 8 ആണ് ആൻസർ വന്നത്. ഇനി 65ാമത്തെ ചോദ്യം. ഗണിത ശ്രേണിയിൽ 10,877 തുക ലഭിക്കാൻ എത്ര പദങ്ങൾ ചേർക്കണം? അപ്പോൾ 65ാമത്തെ ചോദ്യം 73 ആണ് ആൻസർ. ഇനി 66ാമത്തെ ചോദ്യം. 42 സെന്റിമീറ്റർ വ്യാസവും 10 സെന്റിമീറ്റർ ഉയരവുമുള്ള ഒരു സിലിണ്ടർ ആകൃതിയിലുള്ള ബക്കറ്റിൽ നിറയെ മണൽ നിറച്ചിരിക്കുന്നു. ബക്കറ്റിലെ മണൽ താഴേക്ക് ഇട്ടപ്പോൾ മണൽ ഒരു കോണിലേക്ക് ആകൃതി മാറി. കോണിന്റെ ഉയരം 21 സെന്റിമീറ്റർ ആണെങ്കിൽ കോണിന്റെ അടിസ്ഥാന വിസ്തീർണം എത്ര? 66ാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ് ആൻസർ. 67ാമത്തെ ചോദ്യം. 1 - 1/2 × 1 - 1/3 × 1 - 1/4 ഇങ്ങനെ പോണ ഈ സീരീസിന്റെ മൂല്യം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ വരുന്നത് 67 ബി ആണ് ആൻസർ വരാം, 1/20. ഇനി 68ാമത്തെ ചോദ്യം. 9x + 3x - 90 = 0 എങ്കിൽ എക്സിന്റെ മൂല്യം എത്രയാണ്? അപ്പോൾ 68ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 2 ആണ് ആൻസർ വരുന്നത്. ഇനി 69ാമത്തെ ചോദ്യം. 2 വർഷത്തേക്ക് പ്രതിവർഷം 10% എന്ന നിരക്കിൽ ഒരു നിശ്ചിത തുകയുടെ കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം 25 എങ്കിൽ തുക കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ PR² / 100² എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ അത് വെച്ച് ചെയ്യുമ്പോൾ ആൻസർ കിട്ടുന്നത് 2,500, ഓപ്ഷൻ ബി 2,500 ആണ്. ഇനി 70ാമത്തെ ചോദ്യം. ഇതൊരു ബോർഡ് മാസിന്റെ ക്വസ്റ്റ്യൻ ആണ്, കുറച്ച് ഡിഫറെൻ്റ് ആയ രീതിയിൽ ചോദിച്ചിരിക്കുന്നു. അപ്പോൾ അത് ചെയ്ത് നോക്കുക. അപ്പോൾ 70 ആൻസർ കിട്ടുന്നത് 0 ആയിരിക്കും. 71ാമത്തെ ചോദ്യം. വാട്ട് പാർട്ട് ഓഫ് ദ സ്പീച്ച് ഈസ് ദ വേർഡ് ക്വിക്കലി? അഡ്ജക്റ്റീവ്, നൗൺ, ആഡ്വർബ്, വെർബ്. അപ്പോൾ ഇതിൽ ഏതാ വരുന്നത്? ആഡ്വർബ് ആണ് ക്വിക്കലി എന്ന് പറയുന്നത്. ഇനി 72ാമത്തെ ചോദ്യം. ചൂസ് ദ ഇൻകറക്റ്റ് സ്പെല്ലിങ്. ഇപ്പോൾ നെസസറി എന്ന് പറയുന്ന വേണ്ട ഇൻകറക്റ്റ് സ്പെല്ലിങ് ഇതിൽ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത്. 2, 3 ആണ് തെറ്റ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് വന്നത്. ഇനി 73ാമത്തെ ചോദ്യം. ഐഡന്റിഫൈ ദ സെന്റൻസ് വിത്ത് ദി ഇൻകറക്റ്റ് പ്രിപ്പോസിഷൻ യൂസേജ്. ഇൻകറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഹീ ഈസ് അലർജിക് ടു കാറ്റ്സ് എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. ഷീ ഈസ് ഫൗണ്ട് ഓഫ് പ്ലേയിങ് ദ പിയാനോ, അതും ശരിയാണ്. ദേ ആർ എക്സൈറ്റഡ് അബൌട്ട് ദി അപ്കമിങ് ട്രിപ്പ്, അതും ശരിയാണ്. ദ ടീച്ചർ ഇൻസിസ്റ്റഡ് ഇൻ കംപ്ലീറ്റിംഗ് ദി അസൈൻമെന്റ്. ഇൻസിസ്റ്റഡ് ഇൻ എന്ന് പറയില്ല. അപ്പോൾ ഓപ്ഷൻ സി ആണ് തെറ്റ് വന്നത്. 74ാമത്തെ ചോദ്യം PSC ഡിലീറ്റഡ് ആയിരുന്നു. ഇനി 75ാമത്തെ ചോദ്യം. ഐഡന്റിഫൈ ദ സെന്റൻസ് വിത്ത് കറക്റ്റ് സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഈച്ച് ഓഫ് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. ഈച്ച് ഓഫ് വെച്ച് തുടങ്ങുന്ന സബ്ജക്റ്റിൽ അതിൻ്റെ വെർബ് ഫോളോ ചെയ്യുന്നത് സിംഗുലാർ ആയിരിക്കും. അപ്പോൾ ഇതിൽ 2 കേസിലാണ് സിംഗുലാർ വരുന്നത്. അപ്പോൾ അത് നോക്കുക. ഹാസ് വരുന്നത് ബിയും ഡിയും ആണ്. അത് മാത്രം നോക്കിയാൽ മതി. ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് ഹാസ് their own laptop. Each of the students has his own laptop. അപ്പോൾ ഇതിൽ
ഇത് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും ഓപ്ഷൻ ബി ആണ് കറക്റ്റ്, മറ്റേ തെറ്റാണ് ഡി എന്ന് പറയുന്നത്. 76 ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആയിരുന്നു. 77ാമത്തെ ചോദ്യം സെലക്ട് സെന്റൻസ് വിത്ത് പ്രോപ്പർ യൂസേജ് ഓഫ് ക്യാപിറ്റലൈസേഷൻ. അപ്പോൾ ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കാം. നമുക്ക് മനസ്സിലാവും ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് വന്നത്. ഇനി 78ാമത്തെ ചോദ്യം ഐഡന്റിഫൈ ദ കറക്റ്റ് ആന്റോണിമം ഓഫ് ദ വേർഡ് കംഫോർട്ടബിൾ. കംഫോർട്ടബിളിന്റെ ഫോംഡ് വിത്ത് ദ സഫിക്സ്. അപ്പോൾ കംഫോർട്ടബിളിന്റെ സഫിക്സ് എന്താണ് വരിക? ഓപ്ഷൻ എ ആണ് വരിക, അൺകംഫോർട്ടബിൾ. അതാണ് കറക്റ്റ് എന്ന് പറയുന്നത് യൂസ് ചെയ്ത്. ഇനി 79ാമത്തെ ചോദ്യം ചൂസ് ദ സെന്റൻസ് വിത്ത് കറക്റ്റ് യൂസേജ് ഓഫ് ഫ്രേസൽ വെർബ് ഗിവ് ഇൻ. ഗിവ് ഇന്നിന്റെ കറക്റ്റ് ഫ്രേസൽ വെർബ് യൂസേജ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 79 എ ആണ്. He gave in to his friend's request. He gave in to his friend's request. 80ാമത്തെ ചോദ്യം ഐഡന്റിഫൈ ദ സെന്റൻസ് വിത്ത് ദ കറക്റ്റ് യൂസേജ് ഓഫ് ജെറൻഡ്. 80ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. എൻജോയ്സ് വരുമ്പോൾ വെർബ് പ്ലസ് ing ഫോം ആയിരിക്കും വരാം. അപ്പോൾ അതുകൊണ്ടാണ് ഓപ്ഷൻ ബി ആൻസർ എന്ന്. ഷീ എൻജോയ്സ് സ്വിമ്മിങ് ഇൻ ദി ഓഷൻ. ഇനി 81ാമത്തെ ചോദ്യം വാട്ട് ഈസ് ദ ടേം ഫോർ ദി എക്സസീവ് യൂസ് ഓഫ് വേർഡ്സ്. അതിനെന്താ പറയാം? 81 വെർബോസിറ്റി എന്നാണ് പറയാം. എക്സസീവ് യൂസ് ഓഫ് വേർഡ്സിന് വെർബോസിറ്റി എന്ന് പറയാം. 82ാമത്തെ ചോദ്യം ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ഫോർ ദി റിപ്പോർട്ടർ സ്പീച്ച്. ഡയറക്റ്റ് സ്പീച്ച് ഇതാണ്. ഐ വോണ്ട് ബി ഏബിൾ ടു അറ്റൻഡ് ദി മീറ്റിംഗ് ഷീ സെഡ്. പിന്നെ ആൻസർ വന്നത് ഷീ സെഡ്. ഷീ വുഡിൻറ്റ്. വോണ്ട് എന്നുള്ളത് വുഡിൻറ്റ് ആവും. ബി ഏബിൾ ടു അറ്റൻഡ് ദി മീറ്റിംഗ്, അതാണ് കറക്റ്റ് വരുന്നത്. ഇനി 83ാമത്തെ ചോദ്യം ഐഡന്റിഫൈ ദ സെന്റൻസ് വിത്ത് കറക്റ്റ് യൂസേജ് ഓഫ് മസ്കുലിൻ ആൻഡ് ഫെമിനിൻ ജെൻഡർ. മസ്കുലിൻ ഫെമിനിൻ ജെൻഡർ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്താണ്. ഇത് ഓപ്ഷനിൽ ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ 83ന്റെ ആൻസർ വന്നത് സി ആണ്. സ്റ്റാലിയൻ എന്നുള്ളതാണ് എന്ത് കറക്റ്റ്. മസ്കുലിൻ സ്റ്റാലിൻ ആൻഡ് ഹിസ്. സ്റ്റാലിൻ എന്ന് പറയുന്നത് ആണാണ്. അത് തന്നെയാണ് കറക്റ്റായിട്ട് യൂസ് ചെയ്തത് സെന്റൻസ് എന്ന് പറയുന്നത്. ഈ 84ാമത്തെ ചോദ്യം സെലക്ട് ദ സെന്റൻസ് വിത്ത് ദ കറക്റ്റ് യൂസേജ് ഓഫ് വേർഡ്സ്. 84ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ദ നൈറ്റ് റോഡ് ഹിസ് ഹോഴ്സ് ഇൻ ടു ദി സൺസെറ്റ്. 85ാമത്തെ ചോദ്യം വിച്ച് സെന്റൻസ് യൂസ് ദ കറക്റ്റ് കമ്പാരിറ്റീവ് ഡിഗ്രി. അപ്പോൾ 85ാമത്തെ ചോദ്യം PSC ഡിലീറ്റഡ് ആയിരുന്നു. ഇനി 86ാമത്തെ ചോദ്യം വാട്ട് ഡസ് ദ ഇഡിയം ടു സ്പിൽ ദ ബീൻസ് മീൻസ്. ടു സ്പിൽ ദ ബീൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അർത്ഥം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വന്നത് 86 ബി ആണ്. ടു സ്പിൽ ദ ബീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു റിവീൽ എ സീക്രട്ട് എന്നാണ് അർത്ഥം. ഇനി 87ാമത്തെ ചോദ്യം ചൂസ് ദ കറക്റ്റ് സെന്റൻസ് വിത്ത് പ്രോപ്പർ യൂസ് ഓഫ് വെർബ്. കറക്റ്റായിട്ട് വെർബ് യൂസ് ചെയ്താണ് സെന്റൻസ് ഇതിൽ ഏതാണെന്ന്. ഓപ്ഷൻ ബി ആണ് 87. ദ ചൈൽഡ് ഫെൽ അസ്ലീപ് ഡ്യൂറിങ് ദ മൂവി. 88ാമത്തെ ചോദ്യം റെബേക്ക റെയർലി ഈറ്റ് സ്വീറ്റ്സ്. റെയർലി എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വന്നത് ക്വസ്റ്റ്യൻ ടാഗ് ഡസ് ഷീ എന്നുള്ളതാണ് വരും. നെഗറ്റീവ് റെയർലി നെഗറ്റീവ് ഇത് ഉള്ളത് കൊണ്ട്. ഇനി 89ാമത്തെ ചോദ്യം വാട്ട് ടൈം ഡിസ്ക്രൈബ് ദ ഡെലിബറേറ്റ് and systematic extermination of a national, racial, political or cultural group. ജീനോസൈഡ് എന്നാണ് പറയുന്നത്. ഇനി 90ാമത്തെ ചോദ്യം ചൂസ് ദ സ്യൂട്ടബിൾ സിനോണിം. തന്നിരിക്കുന്നതിൽ മെറ്റിക്കുലസിന്റെ സ്യൂട്ടബിൾ സിനോണിം എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഓപ്ഷൻ എ കെയർഫുൾ എന്നുള്ളതാണ് ആൻസർ വരുന്നത്. 91ാമത്തെ ചോദ്യം ശരിയായ പദം തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്നതിൽ ശരിയായ പദം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് വിദ്യുച്ഛക്തി. ഇനി 92ാമത്തെ ചോദ്യം ശരിയായ വാക്യം കണ്ടെത്തുക. ഈ തന്നിരിക്കുന്നതിൽ ശരിയായ വാക്യം എന്ന് പറയുന്നത് 100 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഭൂമി. ഓപ്ഷൻ എ ആണ്. ഇനി 93ാമത്തെ ക്വസ്റ്റ്യൻ ചുവടെ കൊടുത്തിരിക്കുന്ന വാക്യത്തിന്റെ ശരിയായ പരിഭാഷ. എനിക്ക് തലവേദനയുണ്ട്. ഐ എം സഫറിങ് ഫ്രം ഹെഡ് ഏക്ക്. അതാണ് ശരി. ഇനി 94ാമത്തേത് അറിയാനുള്ള ആഗ്രഹത്തിന് നമ്മൾ പറയുന്നതാണ് ജിജ്ഞാസ. പക്ഷിക്കൂട് എന്ന പദത്തിന്റെ പര്യായം എന്ന് പറയുന്നത് നീളം ആണ്. ഇനി 96ാമത്തെ ചോദ്യം ചേർത്ത് എഴുതുക. വാക് പ്ലസ് വാദം
വാഗ്വാദം. ഖ മാറി എന്ത് വരും? ഘായാവും. അപ്പോൾ ഓപ്ഷൻ സി ആവും ആൻസർ, വാഗ്വാദം. ഇനി 97ാമത്തെ ചോദ്യം, അമരത്തിൻ്റെ വിപരീത പദം എന്താണെന്നാണ്. അമരം, അണിയം. ഓപ്ഷൻ ബി. 98ാമത്തെ ചോദ്യം, ചുവടെത്തിരിക്കുന്നവയിൽ നിന്ന് പഴഞ്ചൊല്ല് കണ്ടെത്തുക. ഇതിൽ ഏതാണ് പഴഞ്ചൊല്ല്? അധികമായാൽ അമർത്തും വിഷം. ഇതാണ് പഴഞ്ചൊല്ലായിട്ട് വരുന്നത്. ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. താവഴി. താവഴി എന്നൊക്കെ എങ്ങനെ എഴുതാം? തായ് പ്ലസ് വഴി, താവഴി. 100ാമത്തെ ചോദ്യം, പെങ്ങൾ എന്ന വാക്ക് ഏത് വചന രൂപമാണ്? പെങ്ങൾ എന്ന് പറയുന്നത് ഏകവചന രൂപമാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്. ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു.